നിങ്ങൾ മദ്യപിക്കുന്ന ആളാണോ? ഇനി അല്ല എന്നാണ് ഉത്തരമെങ്കിലും ആശ്വസിക്കാൻ വരട്ടെ. പല ആളുകളും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഈ കരൾ രോഗങ്ങളൊക്കെ കൂടുതലും കണ്ടുവരുന്നത് മദ്യപിക്കുന്നവരിലാണ് എന്നാണ്. എന്നാൽ 1990 മുതൽ 2017 വരെയുള്ള ഒരു കാലയളവിൽ നടത്തിയ ഗ്ലോബൽ സ്റ്റഡിയിൽ പറയുന്നത് വെറും 2% കേസുകളിൽ മാത്രമേ ഈ ഒരു മദ്യപാനം വില്ലനായിട്ട് വരുന്നുള്ളൂ എന്നാണ്. 38% നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കേസുകളാണ് വരുന്നത്. നമ്മുടെ മാറിയ ഭക്ഷണ രീതിയും അല്ലെങ്കിൽ ജീവിത രീതികൾ കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു അസുഖങ്ങൾ വരാം. അതുകൊണ്ടാണ് ഈ കരൾ മാറ്റ ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാർ പോലും ഹൃദ്രോഗം മൂലം കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു നിത്യസംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഹൃദ്രോഗവും കരൾ രോഗവും ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്കൊരു പനി പിടിച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സാധാ AC റൂമിന് തന്നെ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 5000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ അവിടെ ഒരു 10 ദിവസം കിടന്നു കഴിഞ്ഞാൽ തന്നെ റൂമിന് മാത്രമായിട്ട് 50,000 രൂപ എങ്ങനെയായാലും പോകും. പിന്നെ അല്ലാതെയുള്ള ഹോസ്പിറ്റലിലെ ബാക്കി ചെലവുകളൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മാരക അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ 10-30 ലക്ഷം രൂപയൊക്കെ എന്തായാലും ചെലവ് വരും. അത്രയും രൂപയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒരുമിച്ച് എടുക്കാനുണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ എത്ര വർഷത്തെ സമ്പാദ്യമായിരിക്കും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ചെലവായി പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷേ രോഗം വന്നാൽ എങ്ങനെയാണ്? ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചെലവാകാതെ ചികിത്സിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത്. മാസം 400 to 500 രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന 1 കോടി രൂപ വരെ കവറേജ് ലഭിക്കുന്ന പോളിസികൾ കാണാം. ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളിസി 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രവാസിയാണെങ്കിൽ നിങ്ങൾക്കും എടുക്കാം. അപ്പോൾ അതിന് പുറമെ ആ ഒരു 18% GST അടയ്ക്കേണ്ട എന്നൊരു ലാഭം കൂടിയുണ്ട്. നിങ്ങൾ പുറത്തു പോയി ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന പൈസ മതി നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള പ്രീമിയം അടയ്ക്കാൻ. മാസം അത്രയും പൈസ കൊടുക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായില്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ പോകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും.